തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. പള്ളിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വന്നവർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. നാട്ടുകാർ ബഹളം വെച്ചതോടെ കാട്ടാന വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. ശ്രീകുമാര വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ മേഖല, ഈ വെറ്റിലപ്പാറ എന്നൊക്കെ മേഖല കാട്ടാന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണോ അതിരപ്പള്ളി ആണെങ്കിലും? വെറ്റിലപ്പാറയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ച് അതിനെ പേടിപ്പിച്ച് തിരിച്ചോടിച്ചു. കാട്ടാന ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിൽ നാട്ടുകാർ ബഹളം വെച്ച് കാട്ടാനെ പേടിച്ച് വനത്തിലോട്ട് കയറിപ്പോയി എന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. റോഡിൻ്റെ സൈഡിൽ കൂടെ കാട്ടാന തിരിച്ചു പോകുന്ന കാട്ടാന ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ്. ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് രാത്രി അതുവഴി വരുന്നവർക്ക് നേരെയാണ് കാട്ടാന ഓടിയെടുത്തത്. നാട്ടുകാർ തിരിച്ച് ബഹളം വെച്ച് തിരിച്ചോടിച്ചു. ശ്രീകുമാര വിവരങ്ങൾ വെച്ച് ശ്രീത്ത, ആ റോഡിൽ കാട്ടാന ഇറങ്ങുന്ന റോഡാണത്? തീർച്ചയായും ആ റോഡ് കാട്ടാന ഇറങ്ങുന്ന റോഡ് തന്നെയാണ്. വെറ്റിലപ്പാറ എന്ന മേഖലയാണ് അതിരപ്പള്ളിയിലെ. ആ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഈ പള്ളിയിലെ ഊട്ടുതിരുന്നാളായിരുന്നു. ആ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. എന്തായാലും നാട്ടുകാർ വലിയ പരാതിയൊക്കെ പറയുന്നുണ്ട്. സൗരോർജ്ജ വേലി എല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ട്. പക്ഷേ അതിന് കൃത്യമായ രീതിയിൽ ആ വേലി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരാതിയാണ് നാട്ടുകാർ ഇതിനകം തന്നെ ഉന്നയിക്കുന്നത്. എന്തായാലും നാട്ടുകാർ പടക്കം പൊട്ടിച്ചൊക്കെയാണ് കാട്ടാനയെ ശ്രമകരമായി അവിടെ നിന്ന് തുരത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതി വനംവകുപ്പിനെതിരെ തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആനയെ തുരത്താൻ, ആനകൾ സ്ഥിരമായി ഇത്തരത്തിൽ റോഡുകളിലേക്ക് ഇറങ്ങുകയാണ്, കൃഷി നശിപ്പിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ വനംവകുപ്പാണ്. വനംവകുപ്പ് ഒരു മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. എല്ലാ വിഷയത്തിലും പരാതി പറഞ്ഞാൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ചൂട് കൂടിയതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ മേഖലയിൽ നിന്ന് ആനകൾ ഇങ്ങനെ ഇറങ്ങി വരാനുള്ള കാരണമെന്ന് പറയുന്നു. എന്തായാലും സ്ഥിരമായി കേൾക്കുന്ന പരാതിയാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിന്ന് നാട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ. നാട്ടുകാർ പക്ഷേ അവിടെ പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ആ റോഡിൽ കൂടി പോകുന്നവർ സൂക്ഷിക്കണം എന്നതിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.